ഉമർ വരുന്നുണ്ട് നബിയേ, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മാറ് സഹാബ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. കാരണം മുത്തുനബിക്കറിയാം, അല്ലാഹുവിന്റെ റസൂലിന് അറിയുമായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കടന്നു ചെന്ന് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കയ്യിൽ പിടിക്കുകയാണ്. പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോ, ആ ശറഫാക്കപ്പെട്ട മുഖം കണ്ടപ്പോ, അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുക്കാമെന്ന ഉമർ ഇബ്നുൽ ഖത്താബ് മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഷഹാദത്ത് കലിമ പറഞ്ഞ മുത്തുനബിയുടെ കയ്യിൽ പിടിച്ച് മുസ്ലിമായെന്ന ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഉമറിന്റെ പഴയകാലം വല്ലാത്ത കാലമായിരുന്നു. ഇങ്ങനെ ജീവിച്ചിരുന്ന ഉമറുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ കൂടിയപ്പോൾ, പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നപ്പോൾ, പരിശുദ്ധമായ ദീനിലേക്ക് അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. പടച്ചവനെ, പിന്നെ പ്രവാചകന്റെ ഇടത്തും വലത്തുമായി എപ്പോ നോക്കിയാലും അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയാണ്. വല്ലാത്ത സ്നേഹമായിരുന്നു മുത്തുനബിയോട്, വല്ലാത്ത സ്നേഹമാ. ഏതൊരു കാര്യത്തിനും പ്രവാചകന്റെ കൂടെ ഉമർ ഉണ്ടായിരുന്നു. ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് അനുഭവങ്ങളും ഉണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഭയങ്കര വലിയ കരുണയാണ്. അബൂബക്കർ സിദ്ദീഖ് രണ്ടുപേരും വല്ലാത്ത വ്യത്യാസമാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്നാ പറഞ്ഞ ഭയങ്കര കരുണയും വല്ലാത്ത താഴ്മയും അങ്ങനെ. പക്ഷെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വെട്ടൊന്ന് തുണ്ടൻ രണ്ട്, ഈ ശിഷ്ടക്കാരനാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു പരിപാടിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതാണല്ലോ ശത്രുക്കളെയൊക്കെ മദീനയുടെ വിജയം, മക്ക വിജയത്തിന് ശേഷം ശത്രുക്കളെയൊക്കെ പിടിച്ചോണ്ട് വന്നപ്പോ പറഞ്ഞു, എന്ത് ചെയ്യണം നബിയെ, പറ നബിയെ, ഞാൻ വെട്ടാം. എന്റെ ഉമർ റളിയല്ലാഹുവിന്റെ സിസ്റ്റം അങ്ങനെ പറഞ്ഞു, എന്താ പറയോ, നബിയെ, ഒല്ലാത്തിന്റെ തല പുറകെ നിൽക്കുന്നവന്റെ കയ്യിൽ വാള് കൊടുത്തിട്ട് പറയണം മുന്നിൽ നിൽക്കുന്നവനെ വെട്ടാൻ. ഇങ്ങനെ വെട്ടി 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 അവസാനം ഒരുത്തം ബാക്കി വരും, അവനെ ഞാൻ എന്റെ കൈ കൊണ്ട് വെട്ടാമെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അതാ സിസ്റ്റം. അതാ പല തീരുമാനങ്ങളും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ചില മസലകളുമായി ബന്ധപ്പെട്ട് വന്നപ്പോ ചില കാര്യങ്ങളിൽ ഉമർ തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ചെയ്യാം. രണ്ടഭിപ്രായമായി സഹാബത്തിന്റെ ഇടയിൽ ചില കാര്യങ്ങൾ വരുമ്പോ, ചില കാര്യങ്ങളുടെ നിയമങ്ങളുടെ വശം ഉമർ തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ചെയ്യാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിറ്റേ ദിവസം മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആന്റെ ആയത്തുമായിട്ട് ഇറങ്ങി വരുന്നു. ഉമർ പറഞ്ഞു, എന്നെ ശരി. ഖുർആനിൽ 6-7 ആയത്തോളം ഉമർ തങ്ങളുടെ തീരുമാനത്തിനോട് യോജിച്ചിട്ട് ആയത്തിറങ്ങി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വല്ലാത്ത മാറ്റമായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതം. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകനോടൊപ്പമുള്ള ജീവിതം, പല സംഭവങ്ങൾ, എത്രയോ ചരിത്രങ്ങൾ വിശാലമായി കിടക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവാണ് മഹാനായ നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോ ആരോ പറഞ്ഞു, ഉമറേ, റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആളും കൊണ്ടുവന്നിട്ട് വീടിന്റെ വാതിലിൽ നിൽക്കുക. എവനാടാ പറയണേ? ധൈര്യം ഉണ്ടോ ഒറ്റൊരുത്തന്? അവിടെ നിന്ന് ചോദിക്കുന്ന, ആരാടാ അള്ളാന്റെ റസൂല് വഫാത്തായി എന്ന് ആരാ പറയണേ? ൂരിപ്പിടിച്ച വാളും പിടിച്ചിട്ട് എന്റെ ബോധം നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ പോലെ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പേടിച്ചു വിറച്ചുപോയി സഹാബത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, അത്രയും പ്രവാചകനോട് വല്ലാത്ത മഹബത്തായിരുന്നു. പ്രവാചകന്റെ പല കാര്യങ്ങളും, മുത്തുനബിയുടെ വഫാത്തിന്റെ അടയാളങ്ങൾ പോലും ഉമർ തങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. കാരണം ഈമാനികമായിട്ട് അത്രയും ശക്തിയാ. ഉമറിന് എല്ലാവർക്കും ഭയമായിരുന്നു, ശത്രുക്കൾക്ക് പോലും. എല്ലാവരും ഒളിച്ചും പാത്തുവാ ഹിജറ പോയെ. എല്ലാവരും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയത് ഒളിച്ചും പാത്തു. ഉമർ റളിയല്ലാഹു തആല അൻഹു എല്ലാം കൂടെ വാരി കെട്ടിയിട്ട് നെഞ്ചും പിരിച്ചു പോയി, ഒരുത്തരുമില്ല തടയാൻ. ഉമർ റളിയല്ലാഹു തആല അൻഹു ചങ്കൂറ്റത്തോടെ, അതൊക്കെയാ അതാ ഇന്നത്തെ യുവതലമുറ പഠിക്കേണ്ടത്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം, ഒരു പേടിയുമില്ല. എന്തൊക്കെ ശക്തികൾ നമുക്കെതിരെ വന്നാലും യാതൊരു ഭയവുമില്ല. ശത്രുക്കളുടെ മുന്നിലൂടെ ഉള്ളതൊക്കെ വാരിക്കെട്ടിയിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു ഹിജറ പോയി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ഒരാൾ പോലും ചോദിക്കാനില്ലായിരുന്നു. അതുകൊണ്ടാ സഹോദരങ്ങളെ, സാക്ഷാൽ ഇബ്ലീസിന് പോലും ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ പേടിയാ. അപ്പൊ നിങ്ങൾ ചിന്തിക്ക്,
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉമർ റളിയല്ലാഹു തആല അൻഹു നടന്നു വരുന്ന വഴിയിലൂടെ ഇബ്ലീസ് പോലും വരത്തില്ല എതിരെ. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോകും ഉമർ റളിയല്ലാഹു തആല അൻഹു. ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോകുമ്പോ ഇബ്ലീസിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഉമറിന്റെ വെട്ടം കണ്ട ഓടുക. ആര്? ശപിക്കപ്പെട്ട ഇബ്ലീസ് പോലും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആ ഇബ്ലീസ് പേടിക്കണമെങ്കിൽ ആ ഉമർ ആരായിരുന്നു? ആ ഉമറിന്റെ ഈമാൻ എന്തായിരുന്നു? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, ഖബറിൽ കൊണ്ടുവച്ചാൽ ഖബറിൽ 2 മലക്കുകൾ വരും, മുൻകറും നക്കീറും വരും. മൻ റബ്ബുക, മൻ ദീനുക, മൻ ഇമാമുക, ചോദിക്കും. ഇതൊക്കെ ചോദിക്കുമെന്ന് പറയുമ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാ, എന്നോടെങ്ങാനും ചോദിച്ചാലേ. എങ്ങനെ? പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് കൊണ്ടുവെക്കുമ്പോ മലക്കുകൾ വന്നിട്ട് മൻ റബ്ബുക എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ആ മലക്കുകളോട് ചോദിക്കും, നിന്റെയൊക്കെ റബ്ബാരാ? അത് എന്നെ എന്റെ റബ്ബെന്ന് ഞാൻ പറയും. എന്നാലോചിക്കുക ധൈര്യം നമുക്ക് പറ്റുമോ? നമ്മൾ അവിടെ പോയി കിടന്നിട്ട് സക്കറാത്തിന്റെ ബബ്ബ അടിക്കുക കവറെ കിടന്നിട്ട്. റളിയല്ലാഹു തആല അൻഹു പറയാം, മലക്കുകൾ എന്നോട് ചോദിച്ചാൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ റബ്ബാരാ? അത് എന്നെ എന്റെ റബ്ബ്. ഇങ്ങനെ പറയാൻ നമ്മളുടെ ധൈര്യം നമുക്കുണ്ടോ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷേ അള്ളാഹുവിന് വല്ലാത്ത ഭയമായിരുന്നു റളിയല്ലാഹു തആല അൻഹു. അവിടെ നിന്ന് ഭരണം, ഇസ്ലാമിന്റെ ഭരണം ഏറ്റെടുത്തു. ഇസ്ലാമിന്റെ ഭരണം ഏറ്റെടുത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു സത്യപ്രതിജ്ഞ ചെയ്യുക. ഉമർ റളിയല്ലാഹു തആല അൻഹു സത്യപ്രതിജ്ഞ എടുക്കും. അവിടെ നിന്ന് കയറി നിന്നിട്ട് പ്രസംഗം നടത്തി. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താ നിങ്ങൾ തിരുത്തണം. നമുക്ക് പറയാൻ പറ്റുമോ? നമ്മളവിടെ കയറി നിന്നിട്ട് അങ്ങോട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. പറയുന്നതിന്റെ ഓപ്പോസിറ്റ് മാത്രമേ സർവ്വതും പ്രവർത്തിക്കാറുള്ളൂ. എന്ത് പ്രതിജ്ഞ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു 40ാമത്തെ സഹാബിയായിട്ട് ഉമർ തങ്ങൾ മുസ്ലിം ആകുന്നത്. ആ ഉമർ റളിയല്ലാഹു തആല അൻഹു എന്റെ പ്രിയപ്പെട്ടവരെ ഇസ്ലാമിന്റെ ഭരണം ഏറ്റെടുത്തു. ഇസ്ലാമിന്റെ ഭരണം 2ാമത്തെ ഖലീഫയായിട്ട് അവിടെ നിന്ന് ഭരണം ഏറ്റെടുക്കുകയാണ്. അല്ലാഹുവേ പടച്ചവനേ, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് പോലും പറഞ്ഞത്, ഞാൻ ഉമറിന്റെ ഭരണം ഇഷ്ടപ്പെടുന്നു, ഞാൻ ഉമറിന്റെ ഭരണമാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞത് വെറുതെ അല്ല. ആ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണം അങ്ങനെയായിരുന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ അവിടുന്ന് അല്ലാഹുവേ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയമുണ്ടല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഭരണാധികാരിയെ പോലെ വീടിന്റെ അകത്ത് ഒളിച്ചിരിക്കലല്ല, AC റൂമിൽ ഇങ്ങനെ കറങ്ങി നടക്കലല്ല, വാഹനങ്ങളിലല്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കാണുന്നതിന് വേണ്ടി ഏതോ രാജ്യത്ത് നിന്ന് കുറെ ആൾക്കാർ ഉമർ തങ്ങളെ കാണാമെന്നു. 24 രാഷ്ട്രങ്ങളുടെ നേതാവാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊട്ടാരങ്ങൾ മുഴുവനും തെരഞ്ഞിട്ട് കാണുന്നില്ല. അവിടുന്ന് അതാ സഹാബത്തിനോട് ചോദിച്ചു, ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫ എവിടെയാണ്? പടച്ചറബേ, സ്വഹാബികൾ കാണിച്ചു കൊടുക്കുന്നു. ആ കാണുന്ന മരത്തിന്റെ ചുവട്ടിൽ കിടക്കുന്ന മനുഷ്യനെ കണ്ടോ? ആ മനുഷ്യനാണ് ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഒരു മരത്തിന്റെ ചുവട്ടിൽ കിടക്കുകയാണ്. AC റൂമില്ല, ബംഗ്ലാവില്ല, ഒരുപാട് വാഹനങ്ങളില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് രാജാക്കന്മാരെ കണ്ടു നടന്നിരുന്ന ആ സമൂഹം വല്ലാതെ അത്ഭുതപ്പെട്ടുപോയി. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം കാണാ, യൂറോപ്പിലേക്ക് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് എന്തോ ഒരു വിരുന്നിന് വേണ്ടി വിളിക്കുകയാണ്. വലിയ നേതാക്കന്മാര് മുഴുവനും ഒരുമിച്ച് കൂടിയപ്പോ അതാ ഖലീഫ യാത്രയാകുകയാണ്. പടച്ചവനെ, ദീർഘമായ യാത്രയാണ്. അതാ 2 പേരൊരു സഹാബി കൂടെയുണ്ട്. 2 പേര് യാത്ര തുടങ്ങി. ഒരു വാഹനമാണുള്ളത്. അപ്പൊ അവിടെ നിന്ന് പറഞ്ഞു, കുറച്ചു നേരം നീ യാത്ര ചെയ്യ, കുറച്ചു നേരം ഞാൻ. അങ്ങനെ നിശ്ചയിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ റളിയല്ലാഹു തആല അൻഹു കുതിരയുടെ ഒട്ടകത്തിന്റെ മുകളിൽ ഇരിക്കും. സേവകനായിട്ട് ഒരാളുണ്ട് കൂടെ, സഹാബി കൂടെ താഴെ നടന്നു പോകും. കുറച്ചു ദൂരം കഴിയുമ്പോൾ അദ്ദേഹം മുകളിൽ കയറും. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, ആ നോക്കി നിൽക്കുന്ന നേതാക്കന്മാരുടെ മുന്നിൽ പോയപ്പോ കുതിരയുടെ മുകളിൽ ഇരിക്കുന്നത് ആരാ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് അല്ല, താഴെ കടിഞ്ഞാണം പിടിച്ചുകൊണ്ടിരിക്കുന്നു മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. ഇന്നൊക്കെ ഒരു മന്ത്രി പോകുമ്പോ എത്ര വണ്ടിയാപ്പ! പടച്ചവൻ, ഇന്നത്തെ മന്ത്രിമാരൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഓന്റെ മുമ്പിലും അസ്റായിൽ വരേണ്ട സമയത്ത് തന്നെ വരത്തില്ല. എന്തിനായി
കാണിക്കണേ? ഒരു വണ്ടിയുടെ പുറകിൽ ഇങ്ങനെ നിരത്തി പോവാ. ഏത് വാകട്ടെ, ഞാൻ ആരുടെ ഇറച്ചി തിന്നുന്നില്ല, ഉള്ളത് പറയണമല്ലോ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഒരു ദിവസം വീട്ടിലേക്ക് കയറിച്ചില്ല. ഒരു ദിവസം തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ തന്റെ പൊന്നുമകൻ അബ്ദുള്ള, എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ അബ്ദുള്ള ഇറച്ചി തിന്നോണ്ടിരിക്ക, ഇറച്ചിക്കറി വെച്ചിട്ട് തിന്നോണ്ടിരിക്ക. റളിയല്ലാഹു തആല കണ്ടപ്പങ്ങട്ട് വല്ലാത്ത ദേഷ്യം തോന്നി. തന്റെ മകനോട് ചോദിക്കുകയാ, നാട്ടുകാര് മുഴുവനും പട്ടിണി കിടക്കുമ്പോ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയുടെ മകൻ വീടിന്റെ അകത്തിരുന്ന് ഇറച്ചി തിന്നുന്നു. അല്ലാഹുവേ, തന്റെ മകനോട് ദേഷ്യപ്പെടാ. തന്റെ പൊന്നാര മകൻ അല്ലാഹുവേ പടച്ചവനെ ഇറച്ചി തിന്നുന്നത് കണ്ടപ്പോ നാട്ടുകാര് പട്ടിണി കിടക്കുമ്പോ എന്തിന് സഹോദര? ഇന്നത്തെ നേതാക്കന്മാരൊക്കെ പഠിക്കണം. ഇന്നത്തെ ഓരോ നേതാക്കന്മാരും പഠിക്കണം. മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പോ മോൻ തലയിൽ എണ്ണ തേച്ചിരിക്കുക. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകന്റെ തലയിൽ എണ്ണ തേച്ചിരിക്കുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഈ എണ്ണ എവിടെ നിന്നാ? ഈ എണ്ണ നിനക്ക് എവിടെ നിന്നാ? തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ പറഞ്ഞു, വാപ്പ, ഈജിപ്തിൽ നിന്ന് കുറച്ച് ഒലിവെണ്ണ വന്നു, ജെയ്ത്തെണ്ണ. അത് വന്നപ്പോ ഇത് മദീനക്കാർക്ക്, പാവങ്ങൾക്ക് കൊടുക്കാനുള്ള ജോലി ഈ ചെറുപ്പക്കാരനായിരുന്നു, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ. അപ്പൊ എണ്ണ ഇങ്ങനെ കൊടുക്ക, എല്ലാവർക്കും കൊടുക്കുമ്പോ കയ്യിലാവൂലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എണ്ണ ഇങ്ങനെ കൊടുത്ത് അവസാനം കയ്യിലായ എണ്ണ, ആ എണ്ണ കൊണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ തലയിലൊന്ന് തലോടി. ആ എണ്ണയാ തലയിൽ തേച്ചിരുന്നേ. സുബ്ഹാനല്ലാഹ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ അവിടുന്ന് തന്റെ മകനോട് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, ഒന്നുകിൽ എന്തെങ്കിലും ഒരു ഹദിയ ബൈത്തുൽ മാലിൽ കൊടുക്ക്, ഇല്ലെങ്കിൽ പോയി മുട്ടയടിച്ചിട്ട് വരാൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അങ്ങനെ ആയിരുന്നു ഉമർ തങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാത്രികാലമായാൽ വേഷം മാറി ഇങ്ങനെ നടക്കും. അവിടെ നിന്ന് ഒരിക്കൽ വല്ലാതെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ഇങ്ങനെ മദീനത്തുകൂടെ നടന്നു പോകുമ്പോ